ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങളിതേ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ 2 ദിവസമായിട്ട് 2 രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. 2 ദിവസമായിട്ട് ഇടയിൽ ഓരോ ദിവസങ്ങൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഒരു ദിവസത്തിന് ശേഷം വീണ്ടും വീഡിയോ ചെയ്യുകയാണ്. വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണേ. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ. പക്ഷെ അതിലെല്ലാത് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. സ്റ്റോറേജിൻ്റെ ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ, പ്രശ്നമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ദോശയും ചട്നിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് രാവിലെ. അങ്ങനെ അത് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അതുപോലെ ചോറും കാര്യങ്ങളും ഉപ്പേരി ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഓരോ പണിയിലേക്ക് പോവുകയാണേ. മഴക്കാലത്തിൻ്റെ ലക്ഷണം ഒന്നുമില്ലാതെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ബാത്റൂമിൻ്റെ അവിടെ കുറച്ച് ഷീറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് എത്തിക്കണം. അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ പണികളും കാര്യങ്ങളൊക്കെയാണ് ഇന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ചക്ക പറിക്കുന്ന ഒരു വീഡിയോ കേട്ടോ. നമ്മൾ ചക്കയൊക്കെ പഴുത്ത് തുടങ്ങുന്നുണ്ട്, എല്ലാതും പഴുത്തിട്ടില്ല. ചിലത് മൂത്തിട്ടുള്ള ചക്കയൊക്കെ പഴുത്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചക്ക പായസം ഉണ്ടാക്കണ വീഡിയോ നമുക്ക് കഴിഞ്ഞൊരു ദിവസം അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അത് ഡീപ്പായിട്ട് നമ്മൾ ചക്ക പായസം ഉണ്ടാക്കണ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ പഴുക്കട്ടെ. പിന്നെ ദേ നമ്മൾ ആ ചക്കയിൽ ഒരു ചക്ക, ചെറിയൊരു ചക്ക ഉണ്ടായിരുന്നു കേട്ടോ, ഇടിച്ചക്കയായിട്ടുള്ള ഒരു ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഏട്ടൻ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ ചെറുതൊരെണ്ണമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു ടൈമിൽ എല്ലായിടത്തും ചക്ക ഇല്ല എന്ന് തോന്നുന്നു, കഴിഞ്ഞിരിക്കണമെന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ ഈ ഒരു പ്ലാവിലാണ് ചക്ക ഉള്ളത് കേട്ടോ. മറ്റുള്ള പ്ലാവിലെ ചക്കയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒരു പ്ലാവിലുള്ള ചക്ക എടുത്തിട്ടാണ് നമ്മൾ ചക്ക പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ ഈ ഒരു പ്ലാവിലുള്ളതാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളതിൽ ചക്കയുടെ വിളഞ്ഞി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ഇടിച്ചക്കയുടെ പീസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിങ്ങനെ മുറിച്ച് കഷ്ണാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ, സോറി കേട്ടോ, മഞ്ഞൾപ്പൊടി ഇല്ല, ഉപ്പില്ല, അല്ല ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതിട്ടിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത് രാത്രിയത്തെ വീഡിയോ ആണ് കേട്ടോ. രാത്രി നമ്മൾ കറി ഉണ്ടാക്കുന്നതാണ്. ഇതെനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. കറിയുടെ റെസിപ്പി ഇന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇന്ന് രാത്രി എന്താണ് കറി വയ്ക്കുക എന്ന് ചിന്തിച്ച ആ ഒരു നിമിഷം കിട്ടിയിട്ടുള്ളൊരു കറിയാണിത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ്. ഇതിലാകെ നമ്മൾ ചേർക്കാനുള്ളത് ഉള്ളിയും ഉരുളക്കിഴങ്ങുമാണ് കേട്ടോ. സവാളയും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 4 ഉരുളക്കിഴങ്ങ് എടുത്ത് കഴുകിയതിന് ശേഷം കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പിട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മൾ 2 സവാളയും കൂടി ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതാവുന്ന ആ ഒരു ടൈമിൽ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2-3 ചീനാപ്പറങ്കിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പച്ചമുളക് വലുത് ഇല്ല, അപ്പോൾ അതുകൊണ്ട് ചീനാപ്പറങ്കി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതൊക്കെ ഒന്ന് നന്നായി വാടി വന്ന ആ ഒരു ടൈമിൽ നമ്മൾ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഉടക്കിയാണ് ഇതിലേക്ക് ഇട്ട് ഉടച്ച് കൊടുത്താലും മതി. അതുപോലെ തന്നെ വേറെ നമ്മൾ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്താലും മതി കേട്ടോ.
അങ്ങനെ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാനുണ്ട് കേട്ടോ. ആ ഉരുളക്കിഴങ്ങിലേക്കൊക്കെ മസാല ഒന്ന് പിടിക്കണ ആ ഒരു ടൈം വരെ ആ ഒരു ടൈമിൽ ഇതൊന്ന് ആ എണ്ണയിൽ നിന്നിട്ട് ചൂടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലിട്ട് ഇളക്കി കൊടുക്കണത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സാക്കിയതിന് ശേഷം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അതിനനുസരിച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ടൈമിൽ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു ദിവസം നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല കറിയാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാനുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കിയ ഒരു ടൈമിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇത് വെള്ളം ഒഴിക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കില്ലേ, അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മുളകാണ് വറുത്തിട്ട് കൊടുക്കുന്നത്. കടുകും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ വേണമെങ്കിൽ വറുത്തിട്ട് കൊടുക്കാം. ഞാനിതേ മുളക് മാത്രമാണ് വറുത്തിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. നല്ല ഒരു കറിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയാണ് ഉണ്ടായിരുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് നാളെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോനെ കുറിച്ചാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു കണ്ടൻറ്റാണ് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇതുവരെ ഇങ്ങനെയൊരു ടോപ്പിക്കൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിനടുത്ത ഒരു വീഡിയോ വരുന്നുണ്ട് പിറ്റേ ദിവസം. അപ്പോൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബായ്.